ഇനിയിപ്പോൾ ഇലക്ഷൻ്റെ കാലമാണ്. ഈ ഇലക്ഷൻ കഴിഞ്ഞാൽ ഒരു കൂട്ടർ ജയിക്കും, ഒരു കൂട്ടർ തോൽക്കും, അല്ലേ? രണ്ടു കൂട്ടർ കൂടെ ജയിക്കാൻ പറ്റൂല എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പം ജയിച്ച ആളുകൾ ആഹ്ലാദ പ്രകടനം നടത്തുമ്പം നല്ല നിയന്ത്രണം വേണം. ആ നിയന്ത്രണമില്ലെങ്കിൽ വരാൻ പോകുന്നത് എന്താ? കൂത്താടുന്നവരുടെ കൂടെ ഞങ്ങളും കൂത്താടുകയായിരുന്നു എന്ന് നാളെ നരകത്തിൽ കിടന്ന് പറയേണ്ടി വരും. അവിടെ പണ്ഡിതന്റെ കോലം കത്തിക്കും, അവിടെ പണ്ഡിതന്മാർക്കെതിരെ മുദ്രാവാക്യം വിളിക്കും. അതെത്ര പുളിച്ച മുദ്രാവാക്യവും വിളിക്കും, എത്ര വലിയവന്റെ കോലവും കത്തിക്കും. ഒരു പേടി ഉണ്ടാവില്ല. അള്ളാഹു കാക്കട്ടെ. നല്ലോണം കരുതണം. എന്തൊക്കെ തോന്നിയാസാണ്. ആലിമിനെതിരെ, സയ്യിദിനെതിരെ, അല്ലെങ്കിൽ സാധാരണക്കാരനെതിരെ മുദ്രാവാക്യം വിളിക്കുമ്പോഴൊക്കെ നല്ല നിയന്ത്രണം വേണം. തോറ്റ സ്ഥാനാർത്ഥിക്കെതിരെ പോലും മുദ്രാവാക്യം വിളിക്കുമ്പോൾ നിയന്ത്രണം വേണം. അല്ലെങ്കിൽ നാളെ പരലോകത്ത് നരകത്തിൽ കടന്ന് പറയേണ്ടി വരും, എല്ലാവരും കൂത്താടുന്നത് കണ്ടപ്പോൾ ഒരു ഹരം, ഞാനും അതിലൊന്ന് കൂടി. ആണല്ലോ അതിൻ്റെ അർത്ഥം. പോലെ ഒപ്പം കൂടി. ചാടുന്നതും തുള്ളുന്നതും കാണുമ്പം നമുക്കും ചാടാനും തുള്ളാനും ഒക്കെ പൂതിയാ. അപ്പം അവർ വിളിക്കുന്നതൊക്കെ വിളിക്കും, അവർ ചെയ്യുന്നതൊക്കെ ചെയ്യും. അതൊക്കെ ഒരു ഹരായി മാറും. കരുതണം. ഇച്ഛകൾ നമ്മെ നിയന്ത്രിക്കരുത്, നമ്മെ വികാരങ്ങൾ നിയന്ത്രിക്കരുത്, വിവേകങ്ങൾ നിയന്ത്രിക്കണം. വിചാരമാണ് വേണ്ടത് വികാരത്തെക്കാൾ. ഈ ഒരു ബോധമുണ്ടെങ്കിലേ എനിക്ക് നിങ്ങൾക്കും രക്ഷപ്പെടാൻ കഴിയുള്ളൂ.